എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡ്നി സംരക്ഷണത്തിനുള്ള സൂപ്പർ ഒരു ചട്നി ഞാൻ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. ഇതേപോലെ തന്നെ ഉണ്ടാക്കണം, സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഫ്രൈ പാൻ വെച്ചു, ചൂടായി. 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുവാണേ. ഒരു 10-15 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഇന്ന് ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 ഉണ്ട്. ഒരു 5-10 വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞതുകൊണ്ട് രണ്ടും കൂടെ ഈ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുത്തോട്ടെ. ഒന്ന് ലൈറ്റ് മെറൂൺ ആയപ്പോഴേ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റും. ബാക്കിയുള്ള എണ്ണയ്ക്കകത്തിലോട്ട് 1 ടീസ്പൂൺ കടലപ്പരിപ്പിട്ടു, 1 ടീസ്പൂണ് നമ്മുടെ ഉഴുന്നു പരിപ്പ് കണ്ടോ, അതും കൂടെ നിട്ടു. ഒന്ന് ചെറുതായിട്ട് മൂത്തോട്ടെ. കണ്ടോ, ഞാൻ സിമ്മിലിട്ട് ചെയ്യുന്നത് കൊണ്ട് കരിയാതെ എല്ലാം കിട്ടി. കണ്ടോ, ഇങ്ങനെ എടുക്കണം കേട്ടോ. 1 മുറി തേങ്ങ എടുത്തിട്ട് മിക്സിക്കകത്ത് ഗ്രേറ്റ് ചെയ്തെടുത്ത്. കണ്ടോ, വെള്ളമെന്ന് പറയുന്നൊരു സാധനം ഇനി എങ്ങും തൊടരുത് കേട്ടോ. അതിനകത്തിലോട്ട് നമ്മൾ വറുത്ത് വെച്ച വറ്റൽ മുളകിട്ടു, വറുത്ത് വെച്ച ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇട്ടു. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ വഴറ്റി വെച്ചല്ലോ, അത് ഞാൻ സിമ്മിലിട്ടിട്ട് ചെയ്തത് കാരണം 1 സ്പൂണ് എണ്ണ കൊണ്ട് ഞാനിതെല്ലാം ശരിയാക്കിയെടുത്തു. കണ്ടോ, അതങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. പകുതി പൊടിച്ചിട്ട് ഞാൻ എടുത്തു കേട്ടോ. കിഡ്നി സംരക്ഷണത്തിന് ഏറ്റവും നല്ല ഉത്തമമായ ഒരാഹാരമാണ് ഞാൻ ഈ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് വാഴക്കൂമ്പെടുത്തു. ഞാനൊരു ചെറിയ കൂമ്പാണ് എടുത്തത്. അതിനെ പൊടി പോലെ അരിഞ്ഞിട്ട് പിന്നെ നമ്മളെ വെള്ളം ഒഴിക്കുവാണേ. ഒരു 100 ml വെള്ളവും ഇതിനകത്തിൽ ഒഴിക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ വേവിച്ച് വെള്ളമില്ലാതെ വറ്റിയെടുക്കണം കേട്ടോ. അതുകൊണ്ട് കയ്യിലിടരുത്, സിമ്മിലിട്ടാൽ മതി. വാഴക്കൂമ്പ് ഞാൻ 5 മിനിറ്റ് സിമ്മിലിട്ടൊന്ന് അടച്ച് വെച്ചതേ ഉള്ളൂ. കണ്ടോ, വെള്ളവും വറ്റി. കണ്ടോ, നമുക്ക് കൂടുതൽ നേരം വെക്കാൻ പറ്റുമോ? അല്ലെ കരിഞ്ഞു പോകത്തില്ലേ? അപ്പോൾ സംഗതി നല്ലപോലെ വെന്തു. അപ്പോൾ ഈ വാഴക്കൂമ്പ് അരിയുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി ഏതെങ്കിലും എണ്ണയായാലും കുഴപ്പമില്ലപ്പാ. എന്നാൽ കൈക്കകത്തിലോട്ട് ഇച്ചിരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് ഈ കൂമ്പിനെ ഇതേപോലിട്ട് ഇങ്ങനെ തിരുമ്മണം. എന്നിട്ട് വേണം വെക്കാൻ. അപ്പോൾ അതിനെ കറയൊക്കെ പോയി കിട്ടും കേട്ടോ. വേവിച്ച് വെച്ച വാഴക്കൂമ്പുണ്ടല്ലോ, നമ്മൾ ഈ പകുതി അരച്ച് വെച്ചിരിക്കുന്നതിനകത്ത് ഇതും കൂടി ഇട്ടിട്ട് വീണ്ടും നമ്മൾ അരയ്ക്കും. അപ്പം നല്ലപോലെ അരഞ്ഞു വരും കേട്ടോ. ചെറിയ ഗ്രൈൻഡർ ഞാനൊന്ന് മാറ്റിയേ, എന്നിട്ടൊരു ഇച്ചിരി വലുതെടുത്ത്. കണ്ടോ, അപ്പോൾ സൗകര്യമായിട്ട് അരയ്ക്കാം. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളിത് ഇത്ര ഒരു 75% അരഞ്ഞു കിട്ടി. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ 2 ടേബിൾ സ്പൂണ് പുളി എടുക്കുക. ഇമിലി എന്നും പറയും അതിനെ. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. നമ്മൾ ഈ വാളംപുളി ഇമിലി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആ സാധനം ഉണ്ടല്ലോ മിക്കപ്പോഴും കഴിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നിയുടെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്ക് സാധനം നമ്മൾ കൂടിക്കിടപ്പുണ്ടെങ്കിൽ അതിനെ കളയാനുള്ള ഉത്തമമായ സാധനമാണ് വാളംപുളി കേട്ടോ. ഒരു 1.5 ടീസ്പൂണ് ചക്കര കരിപ്പെട്ടി, അതാണ് ഞാൻ എടുത്തത്. പഞ്ചസാര വേണ്ട. അപ്പോൾ ഡയബറ്റീസൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഇടണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇനിയും നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഫ്രൈ പാൻ ചൂടായി. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞൊരു 1/2 ടീസ്പൂൺ കടുകും ഇട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് മൂപ്പിച്ചോട്ടെ. മൂപ്പിച്ചിട്ട് ഞാൻ വേണ്ട ചമ്മന്തിയുടെ മേളിലോട്ടൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കിഡ്നി സംരക്ഷിക്കാനുള്ള ചമ്മന്തി റെഡിയായി. എല്ലാവരും ഇതുണ്ടാക്കി ഇതുപോലെ കഴിച്ചോണം കേട്ടോ. വിലയേറിയ അഭിപ്രായം എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.